എല്ലാ കൂട്ടുകാർക്കും അനു സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ച് നല്ല ഒന്നാന്തരം മെഴുക്ക് പുരട്ടിയ റെസിപ്പിയാണേ. ഒരു 4 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതിനെ നീളത്തിൽ നന്നായി ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തേക്കണേ. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ, നമുക്കിനി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിക്കകത്തോട്ട് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതേപോലെ ജീരകം, ഇതും കൂടെ ചേർത്ത് കൊടുക്കാവേ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുകയാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടെ നീളത്തിലരിഞ്ഞത് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില, ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റി വന്നോട്ടെ. വെളുത്തുള്ളിയൊക്കെ ഏകദേശം നന്നായി ഒന്ന് മുരിഞ്ഞ് വരണം. ആ ഒരു സമയം വരെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇളക്കുമ്പോഴത്തേനും നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും പെരിഞ്ജീരകമൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് വരും. ആ ഒരു ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമുക്ക് ഇതിനകത്തോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാവേ. കിഴങ്ങ് കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കണേ. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആവിയിൽ കിടന്ന് തന്നെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഉരുളക്കിഴങ്ങ് വേവുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായ അളവിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ കല്ലുപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായ പൗഡർ, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി പെരിഞ്ജീരകം അതിലിട്ടിട്ടുണ്ടായിരുന്നു കടുവറുക്കണ സമയത്ത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം എല്ലാം കൂടെ പൊടികളൊക്കെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ തുറന്ന് വെച്ചിട്ട് 10 മിനിറ്റ് നേരം കൂടെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം കൂടെ ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു എരിവും ഇച്ചിരി പുളിപ്പും ഒക്കെ കൂടെ ഒന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പം തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അരമുറി പകുതി നമുക്ക് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ നീര് കൂടെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നല്ല ഫ്രഷായിട്ട് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് വിതറി ഇത് ഉപയോഗിക്കാവുന്നതാണ്. മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാതെ. അപ്പോൾ അതാ നല്ല ഫ്രഷായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂട് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം മെഴുക്ക് പുരട്ടിയ റെസിപ്പിയാണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാക്കാമെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.